ഇന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ ഫ്രൈഡേ ആകുമ്പോൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് രാവിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് മറ്റേ മെഡിസിൻ്റെ ഒക്കെ ചെയ്താൽ മാത്രമേ അവരത് എടുത്തു വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റിയെടുത്ത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ, ചക്കരക്കുട്ടനല്ലേ, കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കാൻ നേരത്ത് ഇതുപോലെ പഞ്ചാര വർത്തമാനം പറയും. അവസാനം പൈസ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോഴേക്കും എന്നെ അവൻ ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കി, എന്നെ അവൻ ഭീഷണിപ്പെടുത്തുന്നു, നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയ ഭാവി തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വലിയ ആക്രോശം. ഇപ്പോ സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സാമ്പത്തിക തട്ടിപ്പാണ്. രണ്ടുപേരാണ് രംഗത്ത് വന്നേക്കുന്നത്, അബിൽ ദേവും വേദലക്ഷ്മി. ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുക്കുന്നില്ല. അബിൽ ദേവിന് ഏതാണ്ട് 35 ലക്ഷം രൂപയ്ക്ക് മേൽ തിരിച്ചു കൊടുക്കാനുണ്ട്, വേദലക്ഷ്മിക്ക് 8 ലക്ഷം രൂപയോളം തിരിച്ചു കൊടുക്കാനുണ്ടെന്ന്. പലപ്പോഴായിട്ട് വാങ്ങിച്ചെടുത്ത പൈസയാണ് കേട്ടോ. അത് എനിക്ക് മനസ്സിലാവാത്തതേ, ഇപ്പോ നമ്മളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ പൈസ വാങ്ങിച്ച്, ഇപ്പൊ 1 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് വിചാരിക്കാം. ആ വ്യക്തി പൈസ നമ്മൾ പറഞ്ഞ സമയത്ത് തിരിച്ചു തരത്തില്ല, അതെന്നുണ്ടെങ്കിൽ പറഞ്ഞതിലും ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പൈസ തിരിച്ചു തന്നത്, പകുതി പൈസയെ തിരിച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ തന്നെ, ഇപ്പൊ എത്ര വലിയ സുഹൃത്താണെന്നുണ്ടെങ്കിലും ആദ്യം ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ തന്നെ അയാളുടെ ആ ഒരു സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ ചുറ്റുപാട് എങ്ങനെയാണ്, അയാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിക്കാൻ കൊടുക്കും. പക്ഷെ തിരിച്ചു തരത്തില്ല എന്ന് കാണുമ്പോൾ പിന്നെ എന്തിനാ ഇയാൾക്കൊക്കെ പൈസ കൊടുക്കാൻ നിൽക്കുന്നത്? എത്ര ലക്ഷം രൂപയാണ് പലപ്പോഴായിട്ടാണ് റോബിൻ രാധാകൃഷ്ണൻ വാങ്ങിച്ചെടുത്തേക്കുന്നത്. ഈ വാങ്ങിച്ചെടുത്തതിന്റെ എല്ലാം റോബിൻ തന്നെ, ഞാൻ ഇന്നയാളുടെ നിന്ന്, അല്ലെങ്കിൽ അബിൽ ദേവിന്റെ ഞാൻ പൈസ വാങ്ങിക്കാൻ പോവുകയാണ്, 4.5 ലക്ഷം രൂപ വാങ്ങിക്കാൻ പോവുകയാണ്, വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചതിന് ശേഷം 25,000 രൂപയൊക്കെ എക്സ്ട്രാ തിരിച്ചു കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ എടുത്ത് പ്രൂഫ് സഹിതമാണ് ഇയാൾ പോയി പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വിത്ത് പ്രൂഫ് ഒക്കെ ആയിട്ട് പൈസ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ വിശ്വസിക്കും. എന്നാലും ഈ അബിൽദേവ് എന്ന് പറയുന്ന വ്യക്തിയോടായിട്ട് എൻ്റെ ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുക്കാന്ന് ഇരിക്കുന്നത്? ഒരാൾ തിരിച്ചു തരത്തില്ല, അയാൾക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ പൈസയാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അതിന് ആർക്കും കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. അപ്പൊ പൈസ കൊടുക്കാതിരിക്കുക. ഇപ്പൊ അവസാനം എന്തായി? ഇവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. അതായത് ഇവനൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലിരിക്കും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പലരെയും നമ്മൾക്ക് കാണാറുണ്ട്. അതിൽ മിക്കത് സത്യമാകണമെന്നില്ല. നമ്മളപ്പോൾ വിചാരിക്കും, അവൻ്റെ ഒരു ലൈഫേ അടിച്ചു പൊളിച്ച് ലക്ഷറി ആയിട്ട് ആർഭാടത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന്. പക്ഷേ അതിൽ ചിലർ മാത്രമായിരിക്കാം കയ്യിലെ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കുന്നത്. പലരും ഇതുപോലെ കടം വാങ്ങിച്ച് അടിച്ചു പൊളിക്കുന്നവരുണ്ട്. അപ്പൊ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്നാലും ഞാൻ ആലോചിക്കുന്നതേ, ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫെയിം ഉണ്ടായിരുന്നു. നെഗറ്റീവ് ഫെയിം ഒരു സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല ഫെയിം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ സമയത്ത് വലിയ ആക്രോശത്തിനൊന്നും നിൽക്കാതെ വളരെ നല്ല രീതിയിൽ, വളരെ സ്മാർട്ടായിട്ട് മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, അഖിൽ മാരാരുടെ കേസ് തന്നെ പറയാം. പുള്ളിക്കാരൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതേപോലെ വളരെ സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നുണ്ടെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അടിച്ചു പൊളിക്കാനും ആർഭാടം കാണിക്കാനും ശ്രമിക്കുക. അതായത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് നിന്ന് വാങ്ങിച്ച് ആർഭാടം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം നമ്മൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകും. ഇവിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലരും പലതും പറയുന്നത് നമുക്ക് കേൾക്കാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്, ഞാൻ വാങ്ങിച്ച പൈസ മുഴുവൻ തിരിച്ചു കൊടുത്തു, അവരെന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയല്ലോ, രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. ഇവര് പറയുന്നത് ഇതുവരെയും പൈസ തിരിച്ച് കൊടുത്തിട്ടില്ല. ഡോക്ടർ റോബിൻ തന്നെയാണ് ഈ ഹണി ട്രാപ്പിന്റെ വിഷയം എടുത്തിട്ടതെന്നാണ് അബിൽ ദേവ് ഒക്കെ പറയുന്നത്. ഇപ്പം ഈ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയാണ് ഇവരുടേത്. സത്യമല്ലേ? അപ്പോൾ എനിക്കിതിനകത്തൊന്നും മനസ്സിലായ കാര്യം, പലപ്പോഴായിട്ട് പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ റോബിൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വാങ്ങിച്ച് അവസാനം ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. അവസാനം വലിയൊരു സാമ്പത്തിക ബാധ്യതയായി. പിന്നെ ഈ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കാതിരിക്കാം എന്നുള്ള ബുദ്ധി പ്രയോഗിച്ചു. ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് പോലും അതിനാണെന്നാണ് തോന്നുന്നത്. കാരണം രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ, ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ MLA ആകും, നാളെ മന്ത്രിയാകും, അപ്പോൾ ഉറപ്പായിട്ടും അത്
പൈസ തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, പൈസ തിരിച്ചു കൊടുക്കാതെ ഇരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ബുദ്ധി, ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ തന്നെ പറയുന്നതാണ്. ഇവിടെ ആരും ഡോക്ടർ റോബിനെ ഹണി ട്രാപ്പിലാക്കിയില്ല. അതായത് വേദലക്ഷ്മിയൊക്കെ മുൻനിർത്തി ഹണി ട്രാപ്പ് ആക്കി എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴച്ചത് തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അവർ ലീഗലിയാണ് മൂവ് ചെയ്തത്. ഇപ്പോഴാണ് അവർ ഫോഴ്സ്ഫുള്ളി വന്ന് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയാൻ കാരണം തന്നെ ഡോക്ടർ റോബിനാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ആരുടെയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ നാണം കെട്ട പരിപാടി കാണിക്കാതിരിക്കുക. നമ്മളുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഈ പണ്ടുള്ള പഴമക്കാര് ഇത്തരത്തിലുള്ള പഴമൊഴികളൊക്കെ പറയുന്നത് ചുമ്മാതെയല്ല, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഏതായാലും ഡോക്ടർ റോബിന്റെ കുറെ സംഭാഷണങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. കോളില് ഇവന്റെ ഭീഷണി എന്ന് പറഞ്ഞാല് ബ്രോ ഫണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഇമോഷണലി സംസാരം തുടങ്ങി. റോബിനെ നടക്കൂല തുടങ്ങി. നിങ്ങൾക്ക് മതിയായില്ലല്ലേ? അപ്പൊ ഇവൻ പറയാം, പ്രവീണിനെ ഞാൻ തീർത്തു, അടുത്ത ഞാൻ നിന്നെയും തീർക്കും. മനസ്സിലാക്കണേ, പ്രവീണിനെ ഞാൻ തീർത്തു. ഇനി ഇത് വി ഡി സതീശൻ ഏറ്റെടുക്കും. രമേശ് തന്നെയല്ല, ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കട്ടെ. ഇനി ഞാൻ കാണിച്ചു തരാം നിന്റെ ഹണി ട്രാപ്പ്. ഞാൻ ആ റോഡിൽ ഞാൻ ഫോൺ കൊണ്ട് കാണിച്ചു. പിന്നെ ഞാൻ ശരിയാക്കി തരടാ. എനിക്ക് മോൾ ആകാശം പോയി ഈ വർത്താനത്തിൽ ഈ കോൾ ഹൗസ് ഞാൻ എന്റെ ഇൻഫ്ലുവൻസ് എന്താന്ന് ഞാൻ കാണിച്ചത്. അതവൻ കേട്ടാ ഇൻഫ്ലുവൻസ് എന്താ കാണിച്ചത് നോക്കി. അത്ര പേരെ ഫണ്ട് തരുന്നു പറഞ്ഞിട്ട് ഇവന്റെ ഭീഷണി. ഞാൻ പിന്നെ കളി മാറ്റി. ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ് ആയിട്ട് ഇവൻ എന്ന് പറയുന്നത് ഞാൻ അതാണ് ഈ സ്കാമറ ലെവൽ ഞാൻ അന്ന് മനസ്സിലാക്കാം. സ്പോർട്ടിൽ ഞാൻ സായിനോട് പറഞ്ഞു, സായി പറഞ്ഞു നിങ്ങൾ ഭ്രാന്താണ്, നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒടുവിൽ പൈസ കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നുള്ളൊരു ലെവൽ എത്തിയപ്പോഴാണ് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം പുള്ളിക്കാരൻ തന്നെ ഇട്ടതാണ്. കാരണം ഈ ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കുന്നു ഡോക്ടർ റോബിനെ എന്ന് ഒരു ഇത് വരുമ്പോഴേക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയ ഭാവി തൊലിക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാഷ്ട്രീയക്കാർ കാണിച്ച പരിപാടിയാണ്. അങ്ങനെയൊക്കെ പല രീതിയിൽ അത് ആ കേസ് എങ്ങനെയൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. അവസാനം പൈസ കൊടുക്കണ്ടല്ലോ. മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഈ വീക്കിൽ എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോവിന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം അക്കൗണ്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ ഫൈനലി എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം തീരെയാണ് ബ്രോ, ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, സോ ഞാൻ തജിക്കിസ്ഥാനിലേക്ക് പോയി. ഇന്നിപ്പോ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയാൽ, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോയാൽ അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും. അപ്പം ബ്രോന്റെ എമൗണ്ട് അല്ല ഇത്ര വരെ വെയിറ്റ് ചെയ്തില്ല. ഇനി കുറച്ച് ദിവസം കൂടെ, 4 ദിവസം കൂടെ ഉള്ളു, തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ, അപ്പം ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറയും ബ്രോ, കംപ്ലീറ്റ് തീരെയാണ്. ഇപ്പം ഇവർ പറഞ്ഞു ഡൽഹിയിലേക്ക് വരണം. ഡൽഹിയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത നാണക്കേടിലാണ്. വല്ലാതെ നാണക്കേട് തന്നെയാണ്. വളരെ സ്വന്തം പേരും സ്വന്തം വീട്ടുകാരുടെ പേരും സ്വന്തം വൈഫിന്റെ പേരും എല്ലാം വലിച്ചിഴച്ച് ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചു, അങ്ങനെ തന്നെ പറയാം. ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടിട്ടത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. ഇതെല്ലാം തുടങ്ങി വെച്ചത് പുള്ളിക്കാരൻ തന്നെയാണ്. പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച പരിപാടിയാണ്. ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രൂഫിൽ നിന്നൊക്കെ വ്യക്തമാകാൻ പറ്റുന്നത്. അവര് കൃത്യമായിട്ട് എത്ര രൂപ വാങ്ങിച്ചു എന്നുള്ള പ്രൂഫ് എല്ലാം കാണിക്കുന്നുണ്ട്. ഡോക്ടർ റോബിൻ ഒരു ഡ്രൈവ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ, 25,000 രൂപ, 50,000 രൂപയൊക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് ഇട്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിച്ചു എന്നുള്ളതിന്റെ പ്രൂഫ് ഇല്ല. വാങ്ങിച്ചത് എത്ര ആണെന്നുള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുറത്തു വിടണം. അപ്പോഴേ ഇയാൾ തിരിച്ച് എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. വലിയ സാമ്പത്തിക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികം നല്ലപോലെ കൈമാറി അവസാനം വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഇവിടെ ഡോക്ടർ റോബിൻ ചെയ്തേക്കുന്നത്. പലരുടെന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി, ആർഭാടം കാണിക്കാൻ വേണ്ടി കടം വാങ്ങി. ഇവിടെ അബിൽദേവ് തന്നെ പറയുന്നുണ്ട്, വലിയ താറൊക്കെ വാടകയ്ക്ക് എടുത്ത് 4,000 രൂപയുടെ താറൊക്കെ വാടകയ്ക്ക് എടുത്താണ് ദിവസവും നടക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി നടന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കയ്യിലെ പൈസയല്ല, ഇതൊക്കെ ഇവരുടെ നിന്നൊക്കെ വാങ്ങിച്ചെടുത്ത പൈസയാണ്. അപ്പൊ അവർക്കത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഇതെല്ലാം നമുക്കൊരു പാഠമാണ്. അത് നമ്മൾ ആലോചിക്കുക. ഈ അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കുട പിടിക്കാൻ പോകാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വരൂപിച്ച് കുറച്ചൊക്കെ സേവ് ചെയ്ത് നമ്മൾ ഉള്ളതിൽ നിന്ന് കാണിക്കുവാണെങ്കിലും, ആർഭാടം കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഉള്ളതിൽ നിന്ന് കാണിക്കാൻ ശ്രമിക്കുക. വല്ലവൻ്റെ നിന്നും കടം വാങ്ങിച്ച് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കുഴിയിലേക്ക് ചെന്ന് വീഴും, വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ചെന്ന് വീഴും. പിന്നെ അതിനകത്തുനിന്ന് കര കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും.